പെരുമ്പാവൂരിൽ നഗരസഭാ അധ്യക്ഷ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എൽദോസ് കുന്നപ്പള്ളി എംഎൽഎക്ക് ഓഫീസ് ഒഴിയേണ്ടി വന്നു. അധ്യക്ഷയാകുമെന്ന് കരുതിയ വനിതയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലാണ് എംഎൽഎ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അധ്യക്ഷ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലറുടെ ഭർത്താവ് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ബോർഡുകൾ മാറ്റി ഫ്യൂസ് ഊരിയ നിലയിലാണ്. ഒരു മാസമേ ആയിട്ടുള്ളൂ ഈ കെട്ടിടത്തിലേക്ക് എംഎൽഎ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ട്. പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ്, എന്താണ് സംഭവിക്കുന്നത് അവിടെ? രതീഷ്, പെരുമ്പാവൂർ നഗരസഭാ അധ്യക്ഷ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിക്കാണ് ഓഫീസ് നഷ്ടമായത് എന്നതാണ് കൗതുകകരമായൊരു കാര്യം. ഇന്ന് രാവിലെ 11:30 നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഇതിനുശേഷമാണ് എംഎൽഎക്ക് ഓഫീസ് നഷ്ടപ്പെട്ടത്. അതായത് 3 വനിതകളാണ് നഗരസഭാ അധ്യക്ഷ പദവിക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്നത്. ഒരു തീരുമാനത്തിൽ പെട്ടെന്ന് എത്താൻ കഴിയാതെ വന്നതോടെ DCC ഇടപെട്ട് വോട്ടെടുപ്പ് നടത്തിയാണ് ചെയർപേഴ്സണെ തീരുമാനിച്ചത്. അങ്ങനെ സംഗീത കേസ് നഗരസഭാ അധ്യക്ഷയായി അവരെ നിശ്ചയിച്ചു. ഇന്ന് അവർ ചുമതലയേൽക്കുകയും ചെയ്തു. ഇതിൽ മറ്റ് 2 വനിതകളാണ് ഉള്ളത്. മറ്റ് 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു വനിതയുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലാണ് പെരുമ്പാവൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം എംഎൽഎ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. എന്തായിരുന്നാലും ഭാര്യയ്ക്ക് അധ്യക്ഷ പദവി കിട്ടാതെ വന്നതോടെ ഓഫീസ് ഒഴിയണമെന്ന് ഈ കൗൺസിലറുടെ ഭർത്താവ് എംഎൽഎയോട് ആവശ്യപ്പെടുകയായിരുന്നു. കുറച്ച് സമയം മുൻപ് നോക്കുമ്പോൾ ഓഫീസിന്റെ ബോർഡുകൾ എടുത്ത് മാറ്റിയ നിലയിലാണ്, ഒപ്പം ഫ്യൂസൊക്കെ ഊരിയ നിലയിലാണ്. എംഎൽഎ ഓഫീസിലെ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. അവർ മറ്റെവിടെയെങ്കിലും ഒരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത്തരത്തിൽ ഈ കെട്ടിടത്തിന്റെ ഉടമയുടെ ഭാര്യയ്ക്ക് നഗരസഭാ അധ്യക്ഷ പദവി ലഭിക്കാത്തതിലുള്ള വിരോധം മൂലം അല്ലെങ്കിൽ അതിലുള്ള അസ്വസ്ഥത മൂലമാണ് എംഎൽഎ ഓഫീസ് മാറ്റാൻ പറഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഈ വനിതയ്ക്ക് അടുത്ത ടേമിൽ അധ്യക്ഷ പദവി നൽകാമെന്ന് പറഞ്ഞിരുന്നതായി അവിടുത്തെ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. എന്തായിരുന്നാലും പെരുമ്പാവൂർ എംഎൽഎക്ക് നിലവിൽ ഒരു ഓഫീസ് ഇല്ലാത്ത സാഹചര്യമാണ്. ഏതാണ്ട് ഒരു മാസം മുൻപാണ് ഇരിങ്ങോളിൽ നിന്ന് കൗതുകകരമായ കാര്യമാണ്. പെരുമ്പാവൂർ എംഎൽഎക്ക് ഓഫീസ് നഷ്ടമായി. നഗരസഭാ അധ്യക്ഷയാകുമെന്ന് പ്രതീക്ഷിച്ച യുവതിയുടെ തന്റെ കുടുംബത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ച ഓഫീസാണ് അപ്രതീക്ഷിതമായി ഒഴിയേണ്ടി വന്നത്. അവിടുത്തെ ഗ്രൂപ്പിക്കേഷൻ അവിടുത്തെ നഗരസഭാ അധ്യക്ഷ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ തുടർച്ചയാണ് ഇങ്ങനെ നടപടി എന്നതാണ് അവിടെ നിന്ന് വരുന്ന വിവരം.